എണീച്ചിട്ടല്ല 5 മണിക്ക് എണീച്ച് മിറ്റടിക്കുന്നതാണ്. വരുന്നുണ്ടല്ലോ. ഇന്നെന്താ 5 മണിയായതൊന്നും അറിഞ്ഞിട്ടില്ലേ? അതമ്മ ഇന്ന് കുട്ടികൾക്ക് സ്കൂളിലൊന്നും പോണ്ടല്ലോ, അതുകൊണ്ട് മെല്ലെ ആയ പോരെ. ഓ, അടുത്താളും വരുന്നുണ്ട്. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play രണ്ട് കൈയും കെട്ടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് അമ്മക്കം കടിച്ചൂടെ മിറ്റ. എങ്ങോട്ടാ രാവിലെ തന്നെ? അത് അമ്മ ഒന്ന് ടൗൺ വരെ പോണം, കുറച്ച് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. നീയുണ്ടാ? ഇതെന്നാ നിനക്കൊരു മാറ്റം? അതമ്മേ ഇവിടെ ഡ്രസ്സാണ്, നമുക്കൊന്ന് ഇട്ട് നോക്കിയതാ. മോശം ഉണ്ടാവുന്നേ പേരൊക്കെ തുടങ്ങിയ നീ നാട്ടുകാരുണ്ടാ? ഞാനെന്താ പറയണ്ട അവരോടുള്ള സമാധാനം? ഇവളെപ്പുറം കൂടിയിട്ടാ ആന്ധ്രമ്മയെ നമ്മളൊരു ഡ്രസ്സ് എന്തിനാ നാട്ടുകാരെ പഠിക്കണ? നാട്ടുകാരെ പഠിച്ചിട്ട് ഇപ്പൊ എല്ലാവരും നടക്കില്ല. അമ്മയും വേണം കിട്ടോറാ. നിങ്ങൾ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട, അമ്മ തന്നെ പോയി. ഹലോ, നിന്റെ പണിയെല്ലായാ? ഇവിടെ രാവിലെ എന്തെല്ലാം ആക്കി കൂട്ടിന്ന് തോന്നുന്നു. രണ്ടാളും കൂടി ഇല്ല. ഇപ്പൊ നിന്റെ അവസ്ഥ തന്നെ എനക്കും ആയി. ഞാനും ഇപ്പം വീട്ടിൽ ഒറ്റക്കായി. പിള്ളേരും ഉണ്ട് അപ്പുറത്തെ റൂമിൽ ഇരുന്ന് TV ആണെന്ന്. എവിടെയോ പോയിട്ടുണ്ട്. അല്ല, അങ്ങനെ പറഞ്ഞാല് ഇപ്പൊ ഞാനും ഇല്ലേ വീട്ടിലൊരു മനുഷ്യനായിട്ട്. അവരെവിടെയാ പോയിന്നൊന്നും എനക്കറിയില്ല. എവിടെയോ ഇറങ്ങാൻ പോകുന്നു പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ഞാൻ പണ്ട് അങ്ങനെയൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതുവരെ വിട്ടിട്ടില്ല. ഞാനതിനൊന്നും പറഞ്ഞിട്ടില്ല. അവരവരുടെ ഇഷ്ടത്തിന് പോയി. ഞാൻ പോണ്ടാന്നും പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പോയി എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടു. എന്നാ ശരി. ഞാൻ വെറുതെ വിളിച്ചാന്ന്. അനിയത്തിയാണെന്ന് ഓർക്കുന്നുണ്ട്. ഓളെന്നെ വിളിച്ചു. ഞാൻ നന്നാവായിട്ടാണ്. എനിക്ക് ഇതൊന്നും ചെയ്യാൻ അറിയില്ലാന്ന് ഇതുവരെ വിചാരിച്ചു. ഞാൻ എന്തെല്ലാം പണിയെടുത്തതുകൊണ്ട് ഇവർ ആദ്യം അധികം പോവാൻ കഴിയുന്നുണ്ടാ? എവിടെ ഇവർ പോന്ന്? നിങ്ങളെവിടെ പോകുന്ന എല്ലാരും കൂടി? അതമ്മേ അമ്മൂന്റെ ഫ്രണ്ടിന്റെ കല്യാണമില്ലേ, അതിന് റിസപ്ഷന് പോവാ. അവളെ അമ്മയോടൊന്നും പറഞ്ഞില്ലേ? കല്യാണത്തിനാ? അത്ര ഞാനിവിടെ ഒറ്റക്കല്ലേ? അയ്യോ, അത് ഞാൻ അമ്മയോട് പറയാൻ മറന്നുപോയി. അമ്മ വരുന്ന എന്റെ ഫ്രണ്ടിന്റെ റിസപ്ഷൻ ആയിരുന്നു. അമ്മ കൂടി വന്നല്ലേ? അതിന് എനിക്ക് നിങ്ങളെ പോലെ ബിരിയാണിയും ചിക്കനും ഒന്നും ഇഷ്ടമാണല്ലോ. എനിക്ക് ചോറല്ല വേണം. അതിനമ്മ അവിടെ ബിരിയാണി മാത്രല്ല ചോറും കറി ഉണ്ടാവും. അമ്മയുടെ ഒറ്റക്ക് നിൽക്കണ്ട. അമ്മയും നമ്മളെ പരം. അമ്മ എന്തിനാ ഒറ്റക്ക് നിൽക്കുന്നത്? നമുക്ക് എല്ലാരും കൂടി പോവാ. അതെയാ? എന്നാ പിന്നെ ഞാനും വരുന്നത്. അവിടൊക്കെ കത്തുക്കണേ. ഞാൻ കുപ്പാൻ മച്ചിട്ട് വരാം കേട്ടാ. അമ്മക്ക് ഇതെന്നാ പറ്റിയത്? ഏതായാലും നീ വന്നേ പിന്നെ അമ്മേന്റെ ഈ മാറ്റം. അങ്ങനെ സ്വന്തം പേരിക്കൊന്നും ആർക്കും മാറാനൊന്നും പറ്റില്ല, ആര് വന്നാലും. മക്കളെ പോവാ. ചുരിദാറാ? എന്റെ അമ്മേ, എന്നാലും അമ്മേ പിള്ളേരുണ്ട്. അമ്മക്ക് ചുരിദാറിട്ടിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ അമ്മയാറാ. ഇത് സുലോചന കഴിഞ്ഞാഴ്ചയുടെ വന്നപ്പോ ഒരു ദിവസം നിന്നിട്ടില്ലേ, അപ്പൊ ഓള് മാറ്റിയിട്ട് ചുരിദാറാണ്. നിങ്ങളെപ്പുറം പറഞ്ഞെങ്കിൽ എനിക്കും കൂടി കുറച്ച് സ്റ്റൈലെല്ലാം ആവണ്ടേ, അതാണ്. എന്നാലും നമ്മളെ അമ്മായിയമ്മ പൊളി തന്നെയല്ലേ? അതെങ്ങനെ? ഞാനും അതാ ചിന്തിക്കുന്നേ. അമ്മ ചുരിദാറിട്ട് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടാ. അടിപൊളി. ഏതായാലും ഏട്ടന്മാർക്ക് ഗൾഫിലേക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം.
അവരമ്മ അവര് വിചാരിച്ചിട്ട് മാറിയ ഇപ്പൊ നമ്മളെ ഏട്ടന്റെ മൂത്തേട്ടന്റെ ഭാര്യ തന്നെ പറയില്ല കണ്ടാല് രാവിലെ അതേ കുപ്പായം തന്നെയാണ് അതിന് മതി വാ 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 മാളു വാ അമ്മേ വാ നിങ്ങൾ നടന്നോ എന്നാ ഞാൻ വരുന്നത് ബാക്കിൽ തന്നെ സുലോചനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ ആ ഞാൻ എനിക്കിപ്പോ ഒരു ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്. നീ ഒന്ന് നോക്കിട്ടാ. നീ എന്നാ പറഞ്ഞിനി ഞാനാണ് പിള്ളേരെ അടിയും വിടാത്തല്ല. ഞാനും പിള്ളേരെ കൂടി ഇപ്പൊ കല്യാണത്തിന് വരുന്നു. നീ ഒന്ന് നോക്കട്ടാ. നീ ഇനി എന്നെ കണ്ടുപിടിക്കും. ഇപ്പൊ ഞാൻ ജീവിക്കാൻ തുടങ്ങിയത്. നിന്റെ ചുരിദാറാ ഞാൻ ഇട്ടില്ലേ. ഇപ്പൊ നിനക്കൊരു കാര്യം മനസ്സിലായത്, മരുമക്കൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വിടുമ്പോൾ നമ്മളെ കുടുംബത്തില് അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ആ സന്തോഷം കാണുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഏതായാലും ഞാൻ എന്റെ മക്കളെപ്പുറം സന്തോഷമായിട്ട് കല്യാണത്തിന് പോയിട്ട് വരട്ടെ. എന്നാ ബൈ, അവരവിടെ കാത്തിക്കുന്നുണ്ട്.